ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നട്ട്സ് ബോളാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഡേറ്റ്സ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ബദാം, പിന്നെ ഇതാ പിസ്ത, പിന്നെ ഇതാ കുറച്ച് സെസമി സീഡ്, ദാറ്റ് മീൻസ് എള്ള്, പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മിൽക്ക് മിസ്റ്റിൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാം. ഇനി നമ്മളിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഗ്യാസ് ഓൺ ചെയ്തു. നമുക്കിനി ചീനച്ചട്ടി ഒന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബദാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂം ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെച്ചിട്ട് നമുക്കിനി പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിസ്തയും റോസ്റ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മുടെ പിസ്തയും ഏകദേശം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകണം. ഡേറ്റ്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് നമുക്ക് കുറഞ്ഞു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചൂടാക്കുന്നത്. ചിലപ്പം നമുക്ക് എണ്ണ ഒഴിച്ച്, അതായത് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്വല്പം മതി കേട്ടോ, കുറച്ച് സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂട് പിടിപ്പിക്കുന്നത്. സോ ഫൈനലി നമ്മുടെ ഒരു നമുക്ക് വേണ്ടിയ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ നമ്മൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ നട്ട്സ് എല്ലാം പൊടിയായിട്ട് കൊണ്ടിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഡേറ്റ്സ് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സോ അങ്ങനെ നമ്മൾ ഇവിടെ ഇത് കുറച്ച് ക്രഷായിട്ട് കിട്ടുള്ളൂ, കുറച്ച് വലുതായിട്ടുള്ളൂ, അത്ര ക്രഷായിട്ട് കിട്ടുള്ളൂ. ഇനിമേ നമുക്ക് ഇത് ബോൾസ് ആക്കാം. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ബോളുകളാക്കാം. അപ്പോൾ അതാണ് നമ്മുടെ നട്ട്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. ഈ കുട്ടികളൊക്കെ നട്ട്സ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. ഇതിനകത്ത് ആ ഡേറ്റ്സിൻ്റെ ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ കഴിക്കും. നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും.